ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം എങ്ങനെ പര്യവസാനിക്കും എന്ന് എല്ലാവരും ആശങ്കയോടെ നോക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ വിരട്ടലിന് അങ്ങനെയൊന്നും നിന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ ചില കരാറുകൾ അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള ചില വാണിജ്യ കരാറുകളിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്. F-35 ഓഫർ നമ്മൾ സ്വീകരിച്ചേയില്ല, വേണ്ടാന്നേ വെച്ചു. സ്വിറ്റ്സർലൻഡും സ്വീഡനും ഒക്കെ ഒപ്പിട്ട കരാറ് മാറ്റി നമുക്ക് ഒപ്പൊന്നുമില്ലായിരുന്നു, വെറുതെ വാക്കാൽ സംസാരിച്ചേ ഉള്ളൂ. അതുമാത്രമല്ല, അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ചില കൂറ്റൻ കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറിയേക്കും എന്ന് കേൾക്കുന്നു. അങ്ങനെ പിന്മാറിയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. 2-3 കരാറുകൾ ഇന്ത്യ റദ്ദാക്കും എന്ന സൂചനകളുണ്ട്. അതിലൊന്ന് P-8I ബോയിങ്ങിൽ നിന്ന് വാങ്ങാൻ ഉള്ള വിമാനങ്ങളാണ്. 600ഓളം വിമാനങ്ങൾ ഇന്ത്യൻ കമ്പനികൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതെ, അതായത് P-8I അത് ആ കരാറ് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ താരിഫ് വർദ്ധിപ്പിച്ചല്ലോ, അപ്പൊ കരാറിൽ തന്നെ ഈ വിമാനം വാങ്ങി വരുമ്പോ 50% വില കൂടും. ഇതിന്റെ കമ്പോണൻസിലെ പല ഘടകങ്ങള്, ഇതിന്റെ ഒക്കെ വില കൂടുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 600ഓളം വിമാനങ്ങൾ എയർ ഇന്ത്യ ഉൾപ്പെടെ വാങ്ങുന്നതിന് വില കൂടും. അപ്പൊ പിന്നെ സ്വാഭാവികമായും അവരത് പിന്മാറാൻ സാധ്യതയുണ്ട്. എയർബസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് വലിയ തകർച്ചയും നഷ്ടവും. എപ്പോഴും അവിടെ ചെന്ന് മോദി ചെല്ലുമ്പോഴോ ഇവിടുന്ന് ആരെങ്കിലും ചെല്ലുമ്പോഴോ ഒക്കെ വിമാനം വാങ്ങുന്നൊക്കെ. ഒന്നാമത് ഈ ബോയിങ്ങിന്റെ അവസ്ഥ വലിയ കഷ്ടമാണിപ്പോൾ. അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാനൊക്കെ അവർ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബോയിങ് വിമാനം മേടിക്കുന്നൊക്കെ ട്രംപ് പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആയുധങ്ങളും നമ്മൾ വാങ്ങില്ല. പിന്നെ സ്ട്രൈക്കർ STRYKER എന്നാണ് സ്ട്രൈക്കർ കവചിത വാഹനങ്ങൾ. ഈ കവചിത വാഹനങ്ങൾ ജനറൽ ഡൈനാമിക്സ് നിന്ന് വാങ്ങാനായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പോകുന്നു. അതിന് നമുക്ക് മുതലാവില്ല. പിന്നെ ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ റെയ്ത്തൺ ആൻഡ് ലോക്ഹീഡ് മാർട്ടിൻ 2 കമ്പനികളിൽ നിന്നാണ് ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ വാങ്ങിക്കാനായിട്ട്. ലോക്ഹീഡ് മാർട്ടിൻ വിമാനം അല്ലാതെ മിസൈലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ പിന്മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതില് പല പ്രശ്നങ്ങളുടെ ഒരു പരിണത ഫലമായിട്ടാണ് ഈ താരിഫ് വന്നിരിക്കുന്നതെന്നും ഈ ഡിഫൻസ് ജേണൽ പറയുന്നുണ്ട്. ഇമിഗ്രേഷൻ പ്രശ്നങ്ങളിലെ കുടിയേറ്റം, H-1B വിസ, പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള അടുപ്പം, അമേരിക്കയുടെ കാർഷിക രംഗത്തെയും ക്ഷീരരംഗത്തെയും പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ സ്ട്രൈക്കർ ഡീൽ ഉണ്ടല്ലോ കവചിത വാഹനങ്ങളുടെ, അതൊരു യുക്തിയുമില്ലാത്ത കരാറാണെന്നും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. കാരണം ഇത് ടാറ്റ ഓൾറെഡി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കവചിത വാഹനം. ചീപ്പായിരിക്കും, ഒരു 40% വരെ കുറവുമായിരിക്കും ഇവിടെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ F-404, F-414 തുടങ്ങി ജെറ്റ് എഞ്ചിനുകൾക്ക് നമ്മൾ കരാർ കൊടുത്തിരുന്നു ജനറൽ ഇലക്ട്രിക്സിന്. അതിന് ബദലുണ്ടായിരുന്നില്ല. അത് അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ തേജസ് വിമാനത്തിന് വേണ്ടിയിട്ട്. അത് ഡിലേ വന്നല്ലോ കോവിഡ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഞ്ചിൻ സമയത്തിന് അവർ തന്നില്ല. പക്ഷെ സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ ICV അതിന് ബദലുണ്ട്. അതാണ് ടാറ്റയുടെ എന്ന് പറഞ്ഞത്. അത് ഇവിടെ തന്നെ വികസിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ സ്ട്രൈക്കർ കരാർ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് കവചിത വാഹനം വാങ്ങാനുള്ളത്. ഇത് പലപ്പോഴും ചെല്ലുമ്പോൾ ഈ ട്രംപോ അവിടുത്തെ പ്രസിഡന്റ് ആരാന്നൊക്കെ പറയുമ്പോൾ സമ്മർദ്ദം കൊണ്ടൊക്കെ ഒപ്പിട്ട് പോകുന്നതാണ് പലതും. 3 ഘട്ട പദ്ധതിയായിട്ടാണ് ഈ സ്ട്രൈക്കർ കരുതിയിരുന്നത്. 530 എണ്ണം വാങ്ങുന്നു ഇന്ത്യ. അതിന് $1.5 ബില്യൺ എന്ന് പറഞ്ഞാൽ 13,136 കോടി രൂപ. ഇതിന്റെ 40% കുറഞ്ഞ വിലയ്ക്ക് ടാറ്റ തന്നെ ഇവിടെ ഉണ്ടാക്കും. റഷ്യയുടെ BMP-2 അതാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കവചിത വാഹനങ്ങൾ. അത് ഫേസ് ഔട്ട് ചെയ്യുന്നു, നീക്കിക്കളയുന്നു. അതിന് പകരമാണ് ഈ സ്ട്രൈക്കർ മേടിക്കാൻ തീരുമാനിച്ചെന്ന്. 1ാമത്തെ ഘട്ടം അമേരിക്കയിൽ നിന്നത് വാങ്ങുന്നു. 2ാമത്തെ ഘട്ടം സംയുക്ത ഉൽപാദനം ഇന്ത്യയിൽ നടത്തുന്നു. 3ാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ തന്നെ പല വേരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് കയറ്റി അയക്കാം എന്നുള്ള പദ്ധതി.
അപ്പോൾ നമുക്ക് വലിയ ആൾട്ടിറ്റ്യൂഡുകളിൽ ചൈന അതിൻ്റെ അതിർത്തിയിൽ ഈസ്റ്റേൺ ലഡാക്കിൽ ചൈന പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലം, സിക്കിം അതും ചൈന പണിയുന്ന സ്ഥലം, അവിടെയൊക്കെ കൊണ്ട് ഈ കവചിത വാഹനങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് പദ്ധതി. 8 വീലാണ് അതിന്. അമേരിക്കയ്ക്ക് വേണ്ടി കാനഡയിലെ ജനറൽ ഡൈനാമിക്സ് ഉണ്ടാക്കുന്നതാണിത്. എനിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്, നമുക്ക് കാനഡയ്ക്ക് കരാറ് കൊടുത്താൽ നേരിട്ട് കാനഡ വിളിച്ചാൽ മതിയല്ലോ. കാനഡയാണേൽ അതിലെ വേറെ കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാണ്, അവിടെയും താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാനഡയിൽ നിന്ന് തന്നെ ഇത് മേടിക്കാവുന്നതുമാണ്. അപ്പൊ 483 കിലോമീറ്ററാണ് റേഞ്ച്, 100 കിലോമീറ്റർ പെർ അവർ ആണ് ഈ കവചിത വാഹനം സഞ്ചരിക്കുന്നത്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം 2 ഇത് ആദ്യം ഉപയോഗിച്ചിരുന്നത്, ഇറാഖ് യുദ്ധത്തിൽ 20 കൊല്ലം മുമ്പ്. അതിന് ഗോസ്റ്റ് ബ്രിഗേഡ് എന്നാണ് അന്ന് വിളിച്ചിരുന്നത് ഇതിനെ, ഈ കവചിത വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബ്രിഗേഡിന്. ഇറാഖിൽ IED ആക്രമണത്തിൽ ഈ ക്രൂവിനൊന്നും പറ്റിയില്ല. വാഹനത്തിന് കേടൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു, ക്രൂവിനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഇതിനെ ഗോസ്റ്റ് ബ്രിഗേഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. 4900 എണ്ണമാണ് ഇതുവരെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഈ കവചിത വാഹനങ്ങൾ. പക്ഷെ ഇന്ത്യക്ക് സ്വന്തം സ്ട്രൈക്കർ സത്യത്തിലുണ്ട്, ടാറ്റ കെസ്ട്രൽ എന്ന് പറയുന്നത്. അത് അവർ ചെറിയ അക്ഷരം WHAP എന്ന് പറയുന്ന കവചിത വാഹനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ടാറ്റ. വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം എന്ന് പറയും, 2014 തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല നമ്മുടെ സേനകൾ. അപ്പോൾ ഇത് 30 മുതൽ 50% വരെ ടാറ്റയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചീപ്പായിരിക്കും. അപ്പോൾ ഈ സ്ട്രൈക്കർ കരാർ നമ്മൾ ഒപ്പിട്ടപ്പോൾ തന്നെ ഇത് യുക്തിയില്ലാത്തതാണെന്ന് പല ഡിഫൻസ് വിദഗ്ധന്മാരും പ്രതിരോധ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്യുന്നതാണ്. പലപ്പോഴും വിമാനം മേടിക്കുന്നത് ബോയിങ്ങിനെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. അവിടെ ജീവനക്കാർക്ക് ഇപ്പൊ ലേ ഓഫ് ഒക്കെയാണ്, പട്ടിണിയാണ്, പരിവട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മുടെ തലേ കയറി വിമാനം പലയിടത്തും ക്രാഷ് ലാൻഡ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ല. ലോകത്തിപ്പോ ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെടുന്ന വിമാനങ്ങളിലൊന്നും ബോയിങ് ആണ്. എയർബസിനെ കുറിച്ച് കാര്യമായ പരാതിയില്ല. ബോയിങ്ങിനെ പറ്റി ആ വിസിൽ ബ്ലോവർ പറഞ്ഞത് തന്നെ ഫ്യൂസലേജ് ഘടിപ്പിച്ചിരിക്കുന്ന അവിടെ അത് ശരിയായിട്ടല്ല, ആ ഗ്യാപ്പ് ശരിയല്ല, അടയുന്നത് ശരിയല്ല എന്നൊക്കെ വിസിൽ ബ്ലോവർ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇന്നലെയും ക്രാഷ് ലാൻഡ് ചെയ്തില്ലേ, KC വേണുഗോപാലും കൊടുക്കുന്നിലും ഉണ്ടായിരുന്നത്. ക്രാഷ് ലാൻഡ് ചെയ്തപ്പോൾ അവിടെ വേറെ റൺവേയിൽ വേറെ വിമാനം എങ്ങനെ വന്നു അതന്വേഷിക്കണം. കാരണം ഇവർ വരുന്ന ഇവരുടെ വിമാനം അവിടെ നിന്ന് മുകളിൽ പ്രശ്നമുണ്ട്, താഴെ വരുമ്പം താഴെ ഇറങ്ങുമ്പോൾ ഹിറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു വിമാനം കൊണ്ട് റൺവേയിൽ ഇട്ട പോലെയാണ് ഈ ആശാന്മാരുടെ വർത്താനം. അതാണ് കാരണം ഈ വോട്ടർ പട്ടിക അത് കേരളത്തില് ഇത്തിരി ക്ലച്ച് പിടിച്ചു. ഈ പത്രങ്ങളൊക്കെ ഇത് മണ്ടത്തരമാണെന്ന് എക്സ്പോസ് ചെയ്യാത്തത് കൊണ്ട് ക്ലച്ച് പിടിച്ച പോലെ ഇരിപ്പുണ്ട്. 2-3 ദിവസം കൂടി കാണുമായിരിക്കും. അത് കഴിയുമ്പോൾ പോഴനാണെന്നുള്ളതാണ് കൂടുതൽ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ അകത്തും ഈ കോൺസ്പിറസി തിയറി കൊണ്ടിരുന്നു. ഞങ്ങൾ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുമ്പോൾ റൺവേയിൽ എങ്ങനെ വേറൊരു വിമാനം വന്നു. ഇത് ഈ ഛത്തീസ്ഗഡും കൂടി വന്നു കഴിഞ്ഞപ്പോ വലിയ പ്രശ്നം ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡ് മറ്റേ കോൺസ്പിറസി തിയറി കൊണ്ടുവന്നല്ലോ, വേണുഗോപാലും ഒക്കെ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കന്യാസ്ത്രീ ഞങ്ങളുടെ മോദി സാറിന്റെ നേരെ നോക്കി ഈ കന്യാസ്ത്രീകളെ ഇങ്ങനെ ഇടാൻ പാടില്ലെന്ന് കൈ ചൂണ്ടി പറഞ്ഞു എന്ന് ഒരു കന്യാസ്ത്രീ പറയുന്ന ഒരു വീഡിയോ വേണുഗോപാലിന് മണ്ഡലത്തിൽ ഒരു കന്യാസ്ത്രീ പറയുന്ന വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ പോലെ. ഈ മോനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ എൻ്റെ അന്തർധാരയിലൊക്കെ എന്തോ ഒഴുകി എന്തായാലും. പക്ഷെ ഈ താരിഫ് വാർ നമുക്ക് ഏപ്രിൽ 29 മുതലാണല്ലേ ആപ്ലിക്കബിൾ. അതിനു മുമ്പ് വല്ലതും സംഭവിക്കുമോ? എനിക്ക് തോന്നുന്നത് താരിഫ് വാർ അമേരിക്കയിൽ വല്ലാതെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്, വലിയ പ്രശ്നമുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ $2,400 ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിൻ്റെ അകത്ത്, $5,000 മാസം ഹൈ ഇൻകം ഗ്രൂപ്പിനും ബജറ്റ് കുടുംബ ബജറ്റ് കൂടുന്നു. അത് ഈ കുട്ടികളുടെ പാവം മുതൽ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഉണ്ടാക്കുന്ന ടൂത്ത് പേസ്റ്റ് പോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളിൽ എല്ലാ മാസവും നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഇതിനെയൊക്കെ വല്ലാതെ ബാധിക്കും. പണപ്പെരുപ്പം
വിലക്കയറ്റം, പിന്നെ GDP, നമ്മുടെ GDP ബാധിക്കുന്നൊക്കെ പറഞ്ഞ ചർച്ച ഉണ്ടായിരുന്നില്ലേ, 1%, 1.5%. അമേരിക്കയുടെ GDPയിൽ 2% അമേരിക്കയുടെ GDP അവസാനം ട്രംപ് മിക്കവാറും ഇത് അവസാനിപ്പിച്ചു. ഇതെല്ലാം ഇതും കൊണ്ട് ട്രംപിന് നടക്കാൻ പറ്റില്ല. കാരണം ആ തീരുവയുടെ കുറെ യേൽ യൂണിവേഴ്സിറ്റി ലാബ് ഇത് പരിശോധിച്ച്, ഈ യേൽ യൂണിവേഴ്സിറ്റിയുടെ ബജറ്റ് ലാബ് ഇത് പരിശോധിച്ചിട്ട് കുറെ കണക്കുകൾ ഞാൻ വായിച്ചു. ഇതും കൊണ്ട് നടക്കാൻ പറ്റില്ല ഒരു കമ്പനിക്കും അവിടെ. കാരണം എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഈ SME ഇല്ലേ, ചെറിയ കമ്പനികൾ, ഈ MSME എന്നൊക്കെ അതായത് 90% ബാധിക്കാൻ പോകുന്നത് അത്തരം കമ്പനികളെയാണ്. അവർക്ക് ഈ താരിഫാറിൽ വില കൂട്ടി പിടിച്ചു നിൽക്കാൻ പറ്റില്ല വിപണിയിൽ. അതാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഈ തീരുവ ബാധിക്കാൻ പോകുന്നത് നമ്മളെ അല്ല, അമേരിക്കയാണ്. ട്രംപ് ഇത് സ്വയം വലിച്ചുകൊണ്ട് ഓടും, ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.